പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ബുധൻ്റെ രാശിചാരമാണ്. ബുധൻ ഉച്ചക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. 1201 ചിങ്ങമാസം 30 അതായത് 2025 സെപ്റ്റംബർ മാസം 15 ബുധൻ തൻ്റെ ഉച്ചരാശിയായ കന്നിയിലേക്ക് വന്നിരിക്കുകയാണ്. കന്നിയിൽ ബുധന് അത്യുച്ചമാണ്. കന്നി 15 ബുധൻ്റെ ദ മോസ്റ്റ് എക്സാൾട്ടഡ് പൊസിഷൻ ഓഫ് മെർക്കുറി, അത്യുച്ചമാണ് കന്നി 15. ഇവിടെ സൂര്യനും കൂടെ നിപുണയോഗം ചെയ്തുകൊണ്ട് ബുധന് ചെറിയ ഒരു മൗഢ്യമുണ്ട്. പക്ഷേ ഏകരാശിയിലെ മൗഢ്യം പ്രശ്നമല്ല. ബുധൻ കേവലം 18 ദിനങ്ങൾ മാത്രമാണ് കന്നിരാശിയിൽ ഉണ്ടാവുക. പക്ഷേ ബുധൻ ഒരു ദിവസമായാലും പ്രശ്നമല്ല. ബുധ ഫലദസ്തു സർവദാ, ഏത് സമയത്തും ഫലം തരുന്ന ഗ്രഹമാണ് ബുധൻ. ആ ഒരു സിദ്ധി ബുധന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് എ ഗാംബ്ലിംഗ് പ്ലാനറ്റ്. ഗാംബ്ലറാണ് ബുധൻ. ഊഹക്കച്ചവടം, ലോട്ടറി, ഷെയർ മാർക്കറ്റിംഗ്, ഇതിലൊക്കെ വളരെയധികം പ്രത്യേകതകളും വളരെയധികം മാറ്റങ്ങളും വ്യക്തിക്ക് അനുകൂല സ്ഥിതിയും ധനപരമായ അഭിവൃദ്ധിയും ഒക്കെ പ്രദാനം ചെയ്യും ഈ 18 ദിനങ്ങളെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. അതിനാൽ ഓരോ രാശിക്കാർക്കും ബുധൻ എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ബുധൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രവും കന്നിയാണ്. മറ്റൊരു ബുധൻ്റെ സ്വക്ഷേത്ര രാശി മിഥുനമാകുന്നു. മിഥുനവും കന്നിയുമാകുന്നു ബുധൻ്റെ ക്ഷേത്രങ്ങൾ. ബുധൻ്റെ നീചക്ഷേത്രമാകട്ടെ ഉച്ചരാശിയുടെ 7ാം രാശിയായ മീനം രാശി. മീനം 15 ബുധൻ അതിനീചത്തെ ഉണ്ടാക്കുന്നത്. ബുധൻ ദുർബലനായാൽ എന്താണ് ബുധൻ്റെ ദോഷം? ബുധൻ മനസ്സിൻ്റെ ബാലൻസിനെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ്. ബുധൻ ദുർബലമായാൽ, നീചസ്ഥനായാൽ, മൗഢ്യത്തോടുകൂടെ വന്നാൽ ഭ്രാന്തിയും ഒരു തരത്തിലുള്ള ഉന്മാദമാണ് ആ വ്യക്തി പ്രകടിപ്പിക്കുക. അയാളുടെ വാക്കുകളും വളരെ കഠോരമായിരിക്കും, മോശമായിരിക്കും. പിന്നീട് ബുധനുണ്ടാക്കുന്ന ഒരു പ്രധാന രോഗമാണ് ത്വഗ് രോഗങ്ങൾ. ത്വഗ് സംബന്ധിച്ച രോഗങ്ങളുടെയും കാരകനാണ് ബുധൻ. ഇവിടെ ബുധനെ നാം എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക? നീചത്തിലല്ല ബുധൻ നിൽക്കുന്നത്. അത് ദുർബലനായ നീചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദോഷഫലങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷെ ബുധൻ ഉച്ചസ്ഥനായാൽ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും വളരെ ടാക്ട്ഫുള്ളായി നയിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ള പ്രത്യേക ശേമുഷിയും അതിൻ്റെ കരുത്തും യുക്തിയും ഉപായവും തരുന്നു. ഈ 18 ദിവസം ബ്രോക്കർമാർക്കൊക്കെ വളരെ നല്ല സമയമാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും വളരെ നന്നായി തീരുമാനിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ളൊരു പ്രാബല്യം ഈ ബുധൻ കൈവരുത്തുന്നതാണ്. പക്ഷേ എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ രാശിയിൽ നിന്നും ബുധൻ നിൽക്കുന്ന രാശിയുടെ ബലത്തിനനുസരിച്ച് ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ശ്രീരാമാദ്യ അവതാര വിഷ്ണുരിതരക്ഷേത്രേഷു ചന്ദ്രാത്മജ. ചന്ദ്രപുത്രനായ ബുധൻ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളെ സൂചിപ്പിക്കുന്നു. ഇവിടെ ബുധൻ്റെ ദശയിലോ അപഹാരത്തിലോ അല്ലെങ്കിൽ ബുധൻ പവർഫുള്ളായി നിൽക്കുന്ന സമയത്തോ നിങ്ങൾക്ക് നന്നായി, അല്ലെങ്കിൽ ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രക്കാർക്ക് നന്നായിട്ട് ശ്രീരാമസ്വാമിയെ ഭജിക്കാം, ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കാം. ഭൂമി വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാഹമൂർത്തി സ്വാമിയെ ഭജിക്കാം. ശത്രുദോഷമുണ്ടെങ്കിൽ നരസിംഹസ്വാമിയെ ഭജിക്കാം, അല്ലെങ്കിൽ പരശുരാമസ്വാമിയെ ഭജിക്കാം. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും നിങ്ങളുടെ രാശിയുടെ ബുധൻ്റെ പൊസിഷൻ സ്ഥിതിക്കനുസരിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഏത് രാശി? തുലാൻ രാശി. ഇവിടെ തുലാൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് എവിടെയാണ്? 12ാം ഭാവത്തിലാണെന്ന് അറിയണം. ഉച്ചസ്ഥനാണ് ബുധൻ, പക്ഷെ നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. 12 അത്ര നല്ല ഭാവമാണോ ജ്യോതിഷത്തിൽ? അല്ല. 6, 8, 12 ഭാവങ്ങൾ ദോഷഭാവങ്ങളാണ്. 12ാം ഭാവം എന്താണ്? പാപം, വ്യയം, പതനം, നരകം, സ്ഥാനഭ്രംശങ്ങൾ, വൈകല്യങ്ങളൊക്കെ തന്നെയാണ് ഈ 12ാം ഭാവം. ഇവിടെ 9ാം ഭാവാധിപത്യമുണ്ട് ബുധന്. 9ാം ഭാവാധിപനായ ബുധൻ 12ൽ ഉച്ചസ്ഥനായി നിൽക്കുന്നു. അതിനാൽ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്?
പൂർവോപാസിത ദേവകോപം അശുഭം. ഒൻപതാം ഭാവാധിപൻ ദുർബലമായി നിൽക്കുമ്പോൾ പണ്ട് ഉപാസിച്ചിരുന്ന ധർമ്മദൈവങ്ങളുടെയൊക്കെ അപ്രീതി തനിക്ക് വരും. ദൗഷ്കൃത്യം സ്വഗുരോഹ പിതുശ്ച നിധനം. പിതാവിൻ്റെ മരണം അല്ലെങ്കിൽ പിതാവിൻ്റെ രോഗാദി അരിഷ്ടതകൾ, പിതാവിൻ്റെ ശത്രുത, ഗുരുവിൻ്റെ അപ്രീതി, ഇതൊക്കെയാണ് 9-ാം ഭാവാധിപൻ ദുർബലമായി നിൽക്കുമ്പോഴുള്ള ദോഷം. ഇവിടെ ബുധൻ ബലവാനാണ്, എങ്കിലും അച്ഛൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. തന്നെ ഗുരു തനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ നോക്കണം. ഇപ്പോൾ വൈവ മുതലായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഗുരു വളരെയധികം നമ്മെ ബുദ്ധിമുട്ടിപ്പിക്കും. പല കലാലയങ്ങളും നമുക്ക് കാണാം. ഗുരുക്കന്മാരെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ അതുണ്ടാകും. അപ്രകാരം തന്നെ താൻ മനഃപൂർവ്വം ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തെന്ന് ഗുരുവിന് തോന്നിയാൽ അതും ബുദ്ധിമുട്ടാണ്. ഗുരുശാപം വരാതെ നോക്കുക. തൻ്റെ ധർമ്മദൈവ പ്രീതി ചെയ്യണം. നിർബന്ധമായും ധർമ്മദൈവ സങ്കേതങ്ങളിൽ ഇപ്പോൾ 17-ാം തീയതി എന്താണ്, മലയാള മാസം 1-ാം തീയതിയാണ്. അവിടെ പോവുക, അവിടെ വഴിപാടുകൾ ചെയ്യുക, പിതാവിനെ വളരെയധികം സന്തോഷിപ്പിക്കുക. അമാവാസി കറുത്ത വാവ് വരുമ്പോൾ വേണമെങ്കിൽ നിർബന്ധമായും തുലാൻ രാശിക്കാർക്ക് ഈ 18 ദിവസത്തിനിടയിൽ അമാവാസി വരുന്നുണ്ട്. നന്നായി പിതൃക്കളെ ശ്രാദ്ധം ചെയ്യുക. ബലികർമ്മങ്ങൾ ചെയ്താൽ വളരെയധികം അത് തൻ്റെ ബോണസിലേക്ക് വരും, തൻ്റെ പുണ്യമാകുന്ന ബോണസിലേക്ക് വരും. 12-ാം ഭാവം മോക്ഷമാണ്. മോക്ഷം കൊടുക്കേണ്ട വ്യക്തികൾക്ക് മോക്ഷം കൊടുത്തുകൊള്ളൂ. വളരെ ഗുണം വരും. ആർക്ക്? തുലാൻ രാശിക്കാർക്ക്. നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന ചെയ്യുക. 12-ാം ഭാവം ഒരു വ്യക്തിക്കും അനാവശ്യമായി ഒരു പ്രോമിസും കൊടുക്കരുത്. വാക്കുകളിൽ ദുർവ്യയം വരും. അനാവശ്യമായി വെറുതെ പൊങ്ങച്ചം കാണിച്ച് സംസാരിച്ച് തനിക്ക് ധനനഷ്ടം വരും. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. പതിതസ്തുരിഭ്യേ, തനിക്ക് വീഴ്ച വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ സ്വഭാവത്തിലൂടെ ശ്രദ്ധിക്കുക. വാക്കുകൾ ദുർവ്യയത വരുത്താതിരിക്കുക. അപ്രകാരം തന്നെ അനാവശ്യമായ ദുർവ്യയം ധനവിഷയത്തിലും വരുത്താതിരിക്കുക. നജേ ദ്വാദശ യസ്യ ശീതാംശു ജന്മ കഥം തത് ഗൃഹം ഭൂമിദേവാ ഭജന്തി. 12-ൽ ബുധൻ വന്നില്ലെങ്കിൽ ബ്രാഹ്മണരെ എങ്ങനെ പ്രീതരാകും? അതിനാൽ ധാരാളം ധർമ്മങ്ങൾ ചെയ്യണം. ബ്രാഹ്മണർക്കും ധർമ്മദൈവ സങ്കേതങ്ങളിലും കൊടുത്താൽ അവരുടെ അനുഗ്രഹം തനിക്ക് 18 ദിവസം ലഭിക്കും. അതാണ് ഇതിൻ്റെ പോയിന്റ്. രണേ വൈരിനെ ഭീതി മായാന്തികസ്മാത്. യുദ്ധം വരുമ്പോൾ ശത്രുക്കൾ ഭയന്നു പോകും. അതിനാൽ കോടതിയിൽ പോയി ജയിക്കാനൊക്കെ ഈ ഒരു 18 ദിവസം നല്ലതാണ്. 12-ൽ സൂര്യനും അപ്രകാരം ഒരു ഫലം പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും കോടതി വിധികൾ തനിക്ക് അനുകൂലമാകുക, നല്ല വക്കീലിനെ വെച്ച് തനിക്ക് വിജയിക്കുവാനുള്ള വിജയപഥത്തിലേക്കുള്ളൊരു മാറ്റവും നല്ലതാണ്. ഹിരണ്യാദികോശം കഥം പോന്ന കുര്യാത്. ഹിരണ്യം, സ്വർണം മുതലായ നിധികളൊക്കെ തനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ശ്രദ്ധിക്കണം, 12-ൽ ബുധൻ വരുമ്പോൾ സ്വർണം നഷ്ടപ്പെടാതെ നോക്കണം. തൻ്റെ കൈവശമുള്ള ആഭരണങ്ങൾ, സ്വർണങ്ങൾ, വിലപ്പെട്ട രേഖകൾ, ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെ തനിക്ക് നഷ്ടം വരിക. ധനം കിട്ടിയാലും ധനം നശിച്ചു പോവുക. അതിന് വളരെ ജാഗ്രത പാലിക്കുക. ഈ 18 ദിവസം ദയവ് ചെയ്ത് പൂർവികമായ സ്വത്ത് അളക്കുവാനോ അതിൻ്റെ പേരിൽ തർക്കത്തിനോ പോകരുത്. ആരുമായും സംസാരിക്കുമ്പോൾ വാക്കാൽ ഒന്നും കൊടുക്കാതിരിക്കുക. എഗ്രിമെൻറ്റിലൂടെ മാത്രം മുന്നോട്ട് നീങ്ങുക എന്നൊരു ഉപദേശം മാത്രം. നന്ദി, നമസ്കാരം.